ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും എന്താണ് മാം സംഭവിച്ചത്? തീർച്ചയായിട്ടും ഇപ്പോൾ അബോർഷൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അൺസേഫ് ആയിട്ടുള്ള അബോർഷൻസ്, അതുപോലെ തന്നെ അൺസേഫ് ആയിട്ടുള്ള ഡെലിവറി, ഇത് രണ്ടുമാണ് ശരിക്കും നമ്മൾ ഗൈനക്കോളജി ഈ ഒരു പ്രാക്ടീസിൽ ഒരിക്കലും പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. ഡെലിവറി ആയാലും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള അൺസേഫ് മെത്തേഡ്സ് അതിനകത്ത് വരാൻ പാടില്ല. കാരണം അമ്മയുടെ ജീവൻ ഏറെ അപകടത്തിലേക്ക് വരാവുന്ന, കാരണം ഒരു സാധാരണ എല്ലാം വളരെ കൃത്യമായി നമ്മൾ പരീക്ഷിച്ചെല്ലാം പോയാൽ പോലും ഒരു അമ്മയുടെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനത്തെ വാർത്തകളും കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് വളരെ ഒട്ടും ഒരു കെയർ കിട്ടാതെ ഒരു സ്ത്രീ പ്രസവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുക. അത് ഒരുപാട് പരീക്ഷണങ്ങൾ അവരിൽ ചെയ്യുക, അത് അശാസ്ത്രീയ പരീക്ഷണങ്ങൾ അവരിൽ ചെയ്തിട്ട് അത് അവരുടെ മരണത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെയാണ് ഈ അബോർഷൻ്റെ കാര്യത്തിലും. ഈ അബോർഷനും അതുപോലെ നമുക്ക് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്യാൻ കഴിയും. ശാസ്ത്രീയമായ രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് അബോർഷൻ പ്രൊസീജിയേഴ്സ് ചെയ്തു പോകാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും അവലംബിക്കാതെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ റിസ്ക് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിയല്ലേ, ആ റിസ്ക് എടുത്ത് ആ ഹോസ്റ്റലിൽ പ്രസവിച്ച് പോവുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും ഈ കുട്ടിക്ക് പല രീതിയിലുള്ള അണുബാധകൾ അല്ലെങ്കിൽ ബ്ലീഡിങ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പലതും സംഭവിക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഒന്ന്, എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത് ആ ശാസ്ത്രീയമായ കാര്യങ്ങളിൽ നിന്ന് സമൂഹം അകന്നു പോകുന്നുണ്ടോ, അതോ അവർക്ക് കിട്ടുന്ന ആ ഒരു അറിവുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പോലെ യൂട്യൂബായാലും അല്ല മറ്റ് ചാനലുകളായാലും മറ്റ് ഒരുപാടുണ്ടല്ലോ, ഒരുപാട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന അറിവുകൾ പലതും അശാസ്ത്രീയമായ അറിവുകളാണോ അല്ലെങ്കിൽ മുറി അറിവുകളാണോ കിട്ടുന്നത്, അതിനെ ബേസ് ചെയ്ത് അത് അത്തരം കാര്യങ്ങൾ ഒരു എന്താ പറയുക സ്വന്തം ജീവൻ പോലും റിസ്ക് ചെയ്ത് അതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഒരു തലമുറ കാണിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സ്വന്തം ജീവൻ റിസ്ക് ചെയ്തുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ഒരു ഇതായിട്ട് തോന്നുന്നത്, നമ്മുടെ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, സമൂഹത്തിൻ്റെ തന്നെ ജനറലി തന്നെ നമ്മളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഏത് അറിവുകളായാലും, ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സെക്ഷൽ ലൈഫിനെ കുറിച്ചുള്ള അറിവുകളായാലും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിനെ കുറിച്ചുള്ള അറിവുകളായാലും എല്ലാം പരിമിതമായിരുന്നു. നമ്മളൊരു ഡോക്ടറെ ചെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് മുതിർന്നവർ പറഞ്ഞു തരുന്ന വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഒരു അറിവായിട്ട്. അല്ല, എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടെന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾക്കിടയിൽ ശരിക്കും വളരെ കുറവാണ്. നമ്മുടെ കുട്ടികൾക്ക് എനിക്കറിയില്ല എത്രത്തോളം പേരൻസ് അവർക്ക് ഇത്തരം അറിവുകൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് പേരൻസിനെ കുറ്റം പറയാൻ കഴിയുകയില്ല. എങ്കിലും സെക്സ് എഡ്യൂക്കേഷനും ഉണ്ട്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ക്ലാസ്സസും എല്ലാം ഉണ്ട്. അഡോളസെൻ്റ് ഹെൽത്ത്, അതായത് അങ്ങനെ അതിനുവേണ്ടി സ്റ്റാഫ് തന്നെ ഉണ്ട്. സൈക്കോളജിസ്റ്റുകളുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു ചോദിക്കാൻ ആളുകളുണ്ട്, മിക്ക സ്ഥാപനങ്ങളിലും ഉണ്ട്. പക്ഷേ ഒരുപക്ഷെ അവരെ അപ്രോച്ച് ചെയ്യാനുള്ള അവരുടെ ഒരു മടിയായിരിക്കാം. അല്ലെങ്കിൽ പേരൻസും പൂർണ്ണമായിട്ട്, ഇപ്പോൾ പേരൻസിനെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഇൻഹിബിഷൻ എലമെൻറ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ പേരൻസ് അത്രത്തോളം അങ്ങ് അഡ്വാൻസ്ഡ് ആകാൻ പലപ്പോഴും കഴിയത്തില്ല എല്ലാ പേരൻസിനും. പിന്നെ എല്ലാ പേരൻസിനും കൃത്യമായിട്ടൊരു പ്രോപ്പർ സയൻറ്റിഫിക്കായ രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ തക്ക കേപ്പബിലിറ്റി ഉള്ള പേരൻസും ആയിരിക്കത്തില്ല. പിന്നെ അവരുടെ ഒരുപാട് വ്യക്തിപരമായ ഇഷ്യൂസ്, പേരൻസിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കിടയിലും ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഒരു പ്രോപ്പർ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പേരൻസിനെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് അറിയത്തില്ല. അല്ല, ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാം, ഇപ്പം നമ്മളിപ്പോൾ കേട്ട വാർത്തകളിലെന്ന് പറഞ്ഞാൽ ഈ അവസാന ഈ ഡെലിവറി സമയം വരെ, അതായത് അവർ പ്രസവിക്കുന്ന അവസ്ഥ വരെ അവരെങ്ങനെ എത്തി എന്നുള്ളതാണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യം. അതെങ്ങനെയായിരിക്കും അത്രയും സ്റ്റേജ് വരെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവുക? അത് ഒന്ന് നന്നായിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഒരു ഗർഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗർഭം ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല, ഇത് പഴയ കാലത്ത് പറയുമെങ്കിലും നമുക്കൊരു 5-6 മാസം വരെയൊക്കെ വലുതായിട്ട് അറിയത്തില്ല. അതെ, കാരണം നമ്മുടെ എന്താ പറയുക, സ്ത്രീകളുടെ ആ പുക്കിളിന് താഴെ കാണത്തുള്ളൂ യൂട്രസിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർക്ക് മറ്റൊരാൾ കാണാത്ത രീതിയിൽ ഒളിച്ചു വെക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കിടയിലൊക്കെ ആണെങ്കിൽ ജങ്ക് ഫുഡിൻ്റെയൊക്കെ ഉപയോഗം കൂടുതലായിട്ട് പൊതുവേ കുറച്ചൊരു വണ്ണവും അബ്ഡോമിനൽ ഒബേസിറ്റിയും ഒക്കെ ഉള്ള കുട്ടികളാണ് ഒരു നല്ലൊരു ഭാഗം പെൺകുട്ടികളും. അപ്പോൾ അവർക്ക് ആ യൂട്രസിൻ്റെ വളർച്ച ഒരു പരിധി വരെ ഒളിച്ചു വെക്കാൻ പറ്റും. വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ അവർ ഓപ്പണായിട്ട് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മറച്ചു വെക്കാൻ പറ്റും. പിന്നെ ഇവർ വലിയൊരു പ്രഗ്നൻസി ഗർഭം, നമ്മൾ സാധാരണ ഒരു സ്ത്രീ എടുക്കുന്ന ഗർഭം പോസിറ്റീവ് ആയെന്ന് കാണുമ്പോഴേ തന്നെ നമ്മുടെ പെൺകുട്ടികളെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവർ എന്തുമാത്രം ശ്രദ്ധ കൊടുക്കും ആഹാരത്തിൻ്റെ കാര്യത്തിലും എല്ലാം. അവർ നമ്മളുടെ അടുത്തൊക്കെ തന്നെ എന്തുമാത്രം ഡൗട്ട്സും ഫുഡിനെ കുറിച്ചൊക്കെ തന്നെ മണിക്കൂറുകൾ ചോദിക്കുന്ന ആളുകളുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള യാതൊരുവിധ കെയറും ഇവരെടുക്കത്തില്ല. കാരണം ഇവർക്ക് താല്പര്യമില്ലല്ലോ, ഒട്ടുമേ താല്പര്യമില്ലാത്തൊരു ഗർഭമാണ്, എങ്ങനെയോ സംഭവിച്ചു, ഇതിനി എങ്ങനെയെങ്കിലുമൊക്കെ ആയി തീരട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. നമുക്കവരെ കുറ്റപ്പെടുത്താൻ കഴിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഗർഭകാല മരുന്നുകൾ, ഗർഭകാലത്ത് പലരും പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. ഇതൊന്നും അവർ കഴിക്കത്തില്ല, ഒന്നും കഴിക്കുന്നുണ്ടാവത്തില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി വല്ല ഛർദിലോ മറ്റാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അങ്ങനെയും കൂടെ വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിൻ്റെ വളർച്ചയും തീരെ കുറവായിരിക്കും. ജസ്റ്റ് ഒരു ജീവൻ ഇങ്ങനെ അങ്ങ് പോകുന്നുള്ളത് ഒഴിച്ചാൽ അതിൻ്റെ ഒരു ശാരീരിക വളർച്ചയോ അതിൻ്റെ വെയിറ്റോ വളരെ കുറവായിരിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രഗ്നൻസീസിലെല്ലാം അവർ മാസം തികഞ്ഞ് വന്ന് പ്രസവിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും മിക്കവാറും ഒരു 1-1.5 കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ആ കുഞ്ഞിൻ്റെ തൂക്കം എന്ന് പറയുന്നത്. ഒരു ടേം ബേബി ഒരു 2.5 to 3 ആണ് ഇന്ത്യയിലെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കുട്ടികൾ പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? കുറേയൊക്കെ സർവൈവ് ചെയ്യും. കാരണം മറ്റ് ഈ പറഞ്ഞ പോലെ വൈകല്യങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത കുഞ്ഞാണെങ്കിൽ ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു കെയർ ധാരാളം മതിയാവും. ഇപ്പം നമ്മുടെ ഇവിടെ അമ്മ തൊട്ടിലും ഒക്കെ തന്നെ എത്രയോ കുഞ്ഞുങ്ങളെ അങ്ങനെ വളരെ ലോ ബർത്ത് വെയിറ്റ് ബേബീസിനെ അവർ യൂഷ്വലി നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ICUവിൽ നമ്മളെപ്പോഴും പേപ്പറിലൊക്കെ വായിക്കാറുള്ളതല്ലേ, ഇൻക്യുബേറ്ററിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഹോസ്പിറ്റലിൽ നിന്നുള്ള അങ്ങനത്തെ ഫീഡ്സും കാര്യങ്ങളും, ആർട്ടിഫിഷ്യൽ ഫീഡ്സും കാര്യങ്ങളും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ വേണ്ട മദേഴ്സ് മിൽക്ക് തന്നെ ഇപ്പം ഡോണർ ബാങ്ക്, മിൽക്ക് ബാങ്കുകൾ ലഭ്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഫീഡും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അത്രയും എക്സ്ട്രീം ഒരു കെയർ കൊടുക്കുമ്പോൾ പിക്കപ്പ് ചെയ്യും. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, മാസം തികയാത്ത കുട്ടികളൊക്കെ ഉള്ളൂ മരിച്ചു പോകുന്നത്. ശരിക്കും പറയാൻ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിവാഹിതരാകാത്ത അമ്മമാർ കൂടുന്നു എന്നുള്ളതാണ്. ശരിക്കും അതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. ഇത് ഈ ഒരു 2 വിഷയം നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ട വിഷയങ്ങൾ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ വരാറുണ്ട്. ഇതിൻ്റെ ഒരു സാമൂഹിക വശം അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കാം എന്ന് മാം നിങ്ങളെ പോലെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കേസസ് ഒരുപക്ഷെ വരാറുണ്ടാവുമല്ലോ. എന്താണ് ഇതിൻ്റെ ഒരു സാമൂഹിക വശം? അതെ, കുറച്ച് കുട്ടികളൊക്കെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ വരാറുണ്ടല്ലോ. അപ്പം പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ജനറലൈസ് ചെയ്തൊന്നും പറയാൻ കഴിയുകയില്ലെങ്കിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഭാഗമായിട്ട് അവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതാകാം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നതും കേൾക്കുന്നതും നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. റേപ്പ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ടാകാം. പിന്നെ കുടുംബത്തിൽ തന്നെ മുതിർന്ന ആളുകൾ, അച്ഛനടക്കമുള്ള മുതിർന്ന ആളുകൾ ടോർച്ചർ ചെയ്യുന്നതുകൊണ്ട് കുട്ടികളെ, അല്ലെങ്കിൽ നിരന്തരമായി അവരുടെ ഒരു പീഡനത്തിനിരയായി ആരോടും പറയാതെ അങ്ങനെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഒരു വശം. മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ടിട്ട് ആ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ശാരീരിക ബന്ധങ്ങളും കാര്യങ്ങളിലേക്കുമൊക്കെ വരും. നാച്ചുറലി ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ശാരീരിക ബന്ധങ്ങളാവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഗർഭിണിയാകാം. അങ്ങനെ ഗർഭം ധരിക്കുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് പലപ്പോഴും. അത് പ്രായപൂർത്തിയായ കുട്ടികളിലാണ് കൂടുതലും അങ്ങനെയുള്ളത് കാണാറുള്ളത്. പിന്നെ ഇവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അവർക്ക് ചെറിയ ജോലിയൊക്കെ ഉള്ള പെൺകുട്ടികളായിരിക്കും. അപ്പോൾ ചെറിയ ശമ്പളവും കാര്യങ്ങളും ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ അവരെ പല രീതിയിൽ ആളുകൾ അവരെ പ്രലോഭിപ്പിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ വരാം.